ഇത് രേണുസുതിയുടെ ഫാദർ അല്ലേ? ആരാ വിളിക്കുന്നേ? നിങ്ങളൊക്കെ എന്നെ ഇഷ്ടമുള്ളവരാണോ ഇല്ലാത്തുള്ളത്? ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ കൂടുതൽ മുഖവരിയൊന്നുമില്ല, അത്ര സന്തോഷത്തോടെ ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്നലെ വരെ വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. രേണുസുതിക്ക് ബ്ലഡ് ക്യാൻസർ ആണ് എന്ന ഒരു തരത്തിൽ കുറേയധികം കാര്യങ്ങൾ ഇതുവഴി കടന്ന് ഓടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏതൊക്കെയായാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഷെബീന ബീബിയുടെ ചാനൽ വഴിയാണ് ഇങ്ങനെ ഒരു വോയിസ് വരാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രേണുസുതിക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ ആണ് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു മെയ് 3-ാം തീയതി ഞാനിങ്ങനെ കേട്ടതായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഷബീന ബീബിയുടെ ചാനൽ വഴി ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് വരുന്നത്. അപ്പം വോയിസ് ക്ലിപ്പ് വന്നപ്പോഴത്തേക്ക് നമ്മളത് അന്വേഷിച്ചു. രേണുവിന്റെ അച്ഛനോട് തന്നെ ഞാനിത് ചോദിച്ചു. രേണുവിന്റെ ഫാമിലിയൊക്കെ ആയിട്ട് അത്യാവശ്യം നമുക്ക് കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആദ്യമേ ഞാൻ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ വിളിക്കാനാണ് ഉദ്ദേശിച്ച, പുള്ളി കിട്ടിയില്ല. അപ്പൊ അങ്ങനെയാണ് അച്ഛനെ വിളിച്ചത്. അച്ഛനെ വിളിച്ചപ്പോൾ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കായാലും ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ വെക്കുന്നതായിരിക്കും. അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം, ദൈവത്തെ ഓർത്ത് സ്ഥിരമായിട്ട് എന്റെ വീഡിയോക്ക് അത് രേണുസുതിയെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കമന്റ് ഇടുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്നിൽ അത്രയും സ്നേഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റിനടിയിൽ അവരെ മോശമായിട്ട് യാതൊരു വാക്കുകളും പറയരുത്. കാരണം വെച്ചെങ്കിൽ അസുഖം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് എനിക്കും നിങ്ങൾക്കും എല്ലാം നാളെ വരാം. നമുക്ക് ഒരു ആക്സിഡന്റ് വരാം. അപ്പം അത് അത്ര നല്ലൊരു ഇതല്ല. അപ്പൊ ഒരാളുടെ താഴ്ചയിൽ നമ്മൾ അത് നിനക്ക് അങ്ങനെ തന്നെ വരണം, ഇത് നിന്റെ കർമ്മയാണ്, അങ്ങനെയൊന്നും പറയാൻ എനിക്കെന്തോ മനസ്സ് വരുന്നില്ല. അവർക്ക് അങ്ങനെ ആവാതിരിക്കട്ടെ, അങ്ങനെയൊന്നും ആവരുതേ. രേണുസുതിയെ ആ റേഡിയേഷൻ ഒക്കെ എടുത്ത ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒട്ടും അങ്ങനെ കാണാൻ എനിക്കെന്തോ പേഴ്സണലി എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് യാതൊരു അവരോട് ഒരു ദേഷ്യമില്ല. അവർ കാണിക്കുന്ന പ്രവർത്തികളോടാണ് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നത്. എന്തോ ഒരു ഒരു ഭാരമുള്ള കല്ലെടുത്ത് നമ്മൾ നെഞ്ചത്ത് വെക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു അനുഭവമാണ്. എന്താണെന്ന് അറിയത്തില്ല, രേണുസുതിയെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പല പല കാര്യങ്ങളിലായിട്ടും പല കാര്യങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, അതൊന്നും ഞാൻ മാറ്റി പറയുന്നില്ല. രേണുസുതി ഈ കഴിഞ്ഞ തവണ എല്ലാം കാട്ടിക്കൂട്ടിയ ആ പരിപാടികളെല്ലാം ഒട്ടും തന്നെ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിങ്ങനെ ഉറച്ചു തന്നെ നിൽക്കുന്നു. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് അറിയുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു വിഷമമായി പോയി. എന്നാലും ആ ഷബീന ബീബിയുടെ ചാനലിലൂടെ വന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടുകൊണ്ട് തന്നെ ബാക്കി കാര്യം പറയാം. കരിമലയിലാ ട്രീറ്റ്മെന്റിന് ചേർന്ന്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന കരിമല ഹോസ്പിറ്റലില്ലേ, കരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, കരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചറിയുമ്പോ ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ്, ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോ ഒരു ചെറിയത്, അന്നത്തെ അഹങ്കാരത്തിനൊരു കുറവുമില്ല ഇപ്പോഴും. അപ്പം ഇതാണ് ആ വോയിസ് ക്ലിപ്പ്. പക്ഷെ ഇതിനകത്തൊരു പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ പെൺകുട്ടി അറിഞ്ഞ കാര്യം, അതായത് ഈ പെൺകുട്ടിയുടെ ചേച്ചി നമ്മുടെ പരിമല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് രേണുവിനെ സ്ഥിരമായിട്ട് വിമർശിക്കുന്ന വീഡിയോ കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവര് അതിൽ ബ്ലോഗ്സിനെയും ഈ ഷബീന ബീബിയിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അതിൽ ബ്ലോഗ്സിനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് ഒരാഴ്ച മുമ്പേ ഇത് അറിഞ്ഞ കാര്യമാണ്, ശരി ആയിക്കോട്ടെ. അവൻ ആ ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതേസമയം ഷബീന ബീബിയെ വിളിക്കുന്ന സമയത്ത് ഷബീന ബീബി പറഞ്ഞു, ഒരു 15 മിനിറ്റുള്ളിൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് എടുത്ത് തന്നില്ലെങ്കിൽ നിന്റെ പേരിൽ ഈ വോയിസ് ക്ലിപ്പ് കടന്ന് ഓടും, അങ്ങനെ ഇങ്ങനെയാ കേസാവും കാര്യങ്ങളാവും എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഇവരങ്ങ് വല്ലാണ്ട് അങ്ങ് പാനിക്കാക്കി. ഇത് വളരെ മോശമായുള്ള രീതിയാണ് ഷബീന ബീബി നിങ്ങൾ കാണിക്കുന്നത്. അവരറിഞ്ഞൊരു കാര്യം, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സ് എന്ന നിലയിൽ നിങ്ങളെ അറിയിച്ചു, അതിലിനെ അറിയിച്ചു. നിങ്ങൾ രണ്ടുപേരും പ്രമുഖരായ രണ്ട് വ്യക്തികളാണ്, നിങ്ങളെ രണ്ടുപേരെ അറിയിച്ച്. അത് കഴിഞ്ഞ് അറിയിച്ചൊരു കാര്യം, അത് ഈ ഡീറ്റെയിൽസ് എല്ലാം മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം കിട്ടണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, രോഗിയുടെ ഒരു അനുവാദം ഇല്ലാതെ അവരുടെ അവരുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു അനുവാദം ഇല്ലാതെ മെഡിക്കൽ റിപ്പോർട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞ കാര്യം തന്നെ വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. അത് എത്തിക്സിന് നിരക്കുന്നതല്ല. അന്നേരമാണ് നിങ്ങൾ ഇങ്ങനത്തെ പ്രവണത ചെയ്തത്, വളരെ മോശമാണ്. ഇനി ഞാൻ വേറെ കാര്യം പറയാം. അതിൽ ബ്ലോഗ്സ് ഇതിന് മുമ്പേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അവന്റെ ചാനൽ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ അതിൽ ബ്ലോഗ്സിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ അവന് തിരക്കാണെന്ന് തോന്നുന്നു, വീഡിയോ എന്ത് എടുക്കുമായിരുന്നു തോന്നുന്നു. അവൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താണ് രേണുസുധിയുടെ അച്ഛനെ വിളിച്ച് അതിന്റെ കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പം എനിക്ക് അറിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് രേണുസുധിക്ക് ഇത് കൺഫേം ആയി രണ്ടാമത്തെ സ്റ്റേജ് ആണ്, ബ്ലഡ് ക്യാൻസർ ആണ് എന്നാണ് അതുലിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു എക്സ്പ്ലനേഷൻ. അതായത് എന്താണ്, ഈ ദുബായി പോയ സമയത്ത് രേണുസുധി ദുബായി പോയ സമയത്ത് അവിടെ സിലിക്കോൺ അങ്ങനെ ഒരു കോസ്മെറ്റിക് എന്താണ് ഇത് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. അവസാനം റാസൽ ടൈമേ പോയപ്പോൾ അവർക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് രേണുസുധിയോട് ഇത് പറയുകയും പിന്നെ എന്താണ് രേണുസുധി നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ചെങ്ങന്നൂർ പരിമല മിഷൻ ഹോസ്പിറ്റലിൽ അത് പരിശോധിപ്പിച്ചപ്പോഴത്തേക്ക് അതെന്തോ കൺഫേം ആയി സെക്കൻഡ് സ്റ്റേജ് ആണ് എന്നാണ് അതുലിന്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ. അങ്ങനെയാണ്. അപ്പം ഞാൻ ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് രേണുസുധിയുടെ അച്ഛനായിട്ട് വിളിച്ചത്. അപ്പൊ ഏക്കാലും രേണുസുധിയുടെ അച്ഛനുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം ഞാൻ കുറച്ച് വെക്കാം, ഫുള്ളായിട്ട് വെക്കുന്നില്ല, എന്നാൽ പോലും കുറച്ച് വെക്കാം. ഇത് രേണുസുധിയുടെ ഫാദർ അല്ലേ? ആരാ വിളിക്കുന്നേ? പേര് പാർവതി. ഞാന് യൂട്യൂബ് ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പം പുള്ളി ചോദിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പൊ രേണുവിന്റെ ഒരു അസുഖത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അറിഞ്ഞപ്പോ വളരെ വിഷമമായി പോയി. അപ്പൊ അതിന്റെ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. ഹലോ. ഇപ്പൊ അതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. എല്ലാം കൺഫേം ആയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് എനിക്ക് അവിടെ രേണുവിന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ പ്രതികരണം. നമ്മളിങ്ങനെ ഒരു കുടുംബം ഇങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മകൾ എന്നെ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് അതിന്റെ ആ ഒരു മാന്യതയിലും അതിന്റെ ആ ഒരു റെസ്പെക്ട് കൊടുത്താലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന്റെ ആ രീതിയിലാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് അവരോടും കയർത്തും അതൊന്നും സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരണം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത്, ഒരിക്കലും പറയില്ല. നമുക്ക് അസുഖം ആർക്ക് വേണേലും എപ്പോൾ വേണേലും വരാം. ആർക്കും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കൊട്ടിഘോഷിക്കരുത്. നമുക്കൊരു ആക്സിഡന്റ് വരാം, നമുക്ക് എന്ത് വേണേലും വരാം. അപ്പം എനിക്കോ നിങ്ങൾക്കോ നാളെ നമ്മുടെ കൂട്ടുകാർക്കോ വീട്ടിലുള്ളവർക്കൊക്കെ വരാം. ഈ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു അസുഖം, ഈ ബ്ലഡ് ക്യാൻസർ എന്റെ കുടുംബത്ത് 2 പേർക്കുണ്ട്. ഒരാൾക്ക് കുഴപ്പമില്ല, സെക്കൻഡ് സ്റ്റേജിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അമൃത ഹോസ്പിറ്റലാണ് ചികിത്സകളാണ് 2 വർഷമായി. പക്ഷെ എന്റെ അമ്മായി കഴിഞ്ഞ മാസം മരിച്ചുപോയി. അവർക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. പക്ഷെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആയിരുന്നു, അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ മാസം വളരെ ചെറുപ്പക്കാരിയായിരുന്നു, 50 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അവര് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഞാൻ തന്നെ ഒരുപാട് ക്യാൻസർ അല്ലേ പോലും വേറെ അസുഖങ്ങളൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഒക്കെ ഉണ്ട്. അപ്പം കിഡ്നി എന്താണ് എല്ലാ മാസവും സ്റ്റഡ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അമ്മ. അപ്പം ഒരു വീട്ടിലൊരു അസുഖം വന്നിട്ടുണ്ട്, അത് എത്രമാത്രം ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലും ഇതൊക്കെ തന്നെയാണ്, ക്യാൻസർ ആണ്. എൻ്റെ ഒരു വീട്ടിൽ എൻ്റെ ഒരു സ്ഥലം ഒരു 30 വീട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 20 അടുത്ത വീടുകളോളം ഈ അസുഖമുള്ള ഒരാൾക്കാരാണ്. ഭയങ്കര ഒരു അവസ്ഥയാണ്. എനിക്കറിയാം ഇത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്നെ ഇങ്ങനെ ആയിരിക്കരുത് എന്ന് ഞാൻ ഇപ്പോഴും പറയുകയാണ്. എന്നാ വെച്ചെങ്കിൽ രേണുസുധിക്ക് അങ്ങനെ ആയിരിക്കരുത്. എന്നാൽ കഴിഞ്ഞ ദിവസം രേണു ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മനുവിനെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു ലൈവ് ലീക്കാക്കിയതിന്. അപ്പം ഞാൻ ഈ രേണുവിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോഴാണ് ഇതൊന്നും സത്യമായിരിക്കത്തില്ല, രേണു പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ഒരു ക്യാൻസർ ഉണ്ട് എന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തുമാത്രം വിഷമം വരും. ഒരു ദിവസം ഞാൻ വീട്ടുകാരും അറിയാതെ ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നിങ്ങനെ സംശയം പറഞ്ഞ സമയത്ത് ആരും പറഞ്ഞില്ല, വീട്ടുകാരും അറിഞ്ഞില്ല. ഞാൻ നന്നായിട്ട് ഇമോഷണലി ഇതായിരുന്നു, എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നീട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് വീട്ടുകാരൊക്കെ അറിഞ്ഞു കേട്ടോ. ബയോപ്സിക്ക് അയച്ചു. 21 എത്ര ദിവസം എടുത്തു ബയോപ്സി റിസൾട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. 21 തോന്നുന്നു കേട്ടോ, 2 ആഴ്ചയോ അത്ര എടുത്തു, ഞാൻ ഓർക്കുന്നില്ല. അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2-3 വർഷം മുമ്പാണ് എന്റെ കുഞ്ഞുണ്ടായ സമയത്താണ്. എനിക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടാക്കി അവർക്ക് 5-6 മാസമായ സമയത്താണ്. അപ്പൊ ബയോപ്സിക്ക് അയച്ച് തിരിച്ചു വരുന്നിടം വരെ ഞാൻ അനുഭവിച്ച ഒരു വേദനയുണ്ട്. ആ റിപ്പോർട്ട് കൈ കിട്ടിയപ്പോ തൊട്ട് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പം വരെ ആ ഒരു ഇത് ഞാൻ ആ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളതാണ്. അപ്പൊ എനിക്കറിയാം എത്രമാത്രം നമ്മൾ ഡൗൺ ആവുന്നു. അപ്പം രേണുസുധിയെ സംബന്ധിച്ചോളം അങ്ങനെ ഡൗൺ ആകുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ചുമ്മാതായിരിക്കും, ഫേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് ഓർത്തന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാഞ്ഞത്. അപ്പം എന്താണ്, രേണു കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കണ്ടു നോക്കാം. ലൈവ് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി പെരുമാറുന്നത്. അപ്പൊ എന്റെ സംശയം, ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ? അപ്പൊ ഇപ്പം രേണുവിന്റെ അച്ഛൻ തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങൾ ചികിത്സയ്ക്കായിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പം എനിക്കായാലും അവർ അച്ഛൻ പറയുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. അവിടെ നിന്ന് അവരല്ലേ പറയേണ്ടത്, അവരല്ലേ ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് അങ്ങനെ വിശ്വസിക്കാം. പിന്നെ രേണുവിന്റെ ലൈവ് ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളൊക്കെ എന്നെ ഇഷ്ടമുള്ളവരാണോ ഇല്ലാത്തവരോ? എന്നെ ഇഷ്ടമുള്ളവരൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടമില്ലാതെ എന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ്? എൻ്റെ സഭയിലുള്ളവർക്ക് ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എൻ്റെ സഭ ലീക്കാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല, ഈ നാശം പിടിച്ച്
ഫോർച്ചു 10 നിന്റെ അമ്മച്ചിയെ വിളിക്കുന്ന പേര് വീണ്ടും നീ ഇവിടെ വിളിക്കരുത് കേട്ടോ. നിന്റെ തള്ള കേട്ടോ. എടാ നാണം കെട്ട നാറിയുടെ മകനെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരരുത്. ഓക്കെ വീണ ചേച്ചി, ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല, ഞാൻ നല്ല തിരക്കാണ് ചേച്ചി. എനിക്ക് ഷൂട്ടും കാര്യങ്ങളും, ഇനിയിപ്പോൾ നാളെ ഷൂട്ടിന് പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഡേറ്റ് ഇല്ല, ഷൂട്ടിന് വേണ്ടി ഞാൻ ഓട്ടമാണ്. എനിക്ക് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു അസുഖം സ്റ്റേജൊക്കെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് ഇങ്ങനെ അമ്മയ്ക്കും അപ്പനും ഒക്കെ ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല കേട്ടോ ഇത് എന്തോരു ഐറ്റം ആണെന്ന്. പക്ഷെ ഞാൻ എന്നും എടുത്ത് രേണുസുതി എടുത്ത് അലക്കുന്ന പോലെ ഞാൻ ഇന്ന് അലക്കുന്നില്ല, ചുമ്മാ കണ്ടോണ്ടിരിക്കുന്നതേ ഉള്ളൂ. നോക്കട്ടെ, നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ നടന്നു പോകും, കുറെ കൊടിച്ചി പട്ടികൾക്ക് ഒന്നും ആകാൻ കഴിയാത്ത കുറെ കൊടിച്ചി പട്ടികൾ. പക്ഷെ എന്റെ റീച്ച് ഭയങ്കര കേട്ടോ, എന്റെ ഒരു പേര് വെച്ചാൽ ഭയങ്കര റീച്ചാണെന്നേ. അതുകൊണ്ടാണ് ഈ കൊടിച്ചി പട്ടികളിൽ നിന്ന് കുരയ്ക്കുന്നത്. നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയാൽ നമ്മളും ആ കൊടിച്ചി പട്ടി തെണ്ടി നാറി പേപ്പട്ടികളും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പം നെവർ മൈൻഡ്. ഇപ്പൊ ഇതിനകത്ത് വന്നിരുന്ന് കമന്റ് ഇടുന്ന കുറെ കൊടിച്ചിപ്പട്ടികളുണ്ട്. ആ കൊടിച്ചിപ്പട്ടികൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല. കൊടിച്ചിപ്പട്ടികൾ കുറച്ച് നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുറച്ചു നേരമൊക്കെ കല്ലെടുത്തെറിയും. കൊടിച്ചിപ്പട്ടികൾ പേപ്പട്ടികൾ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കും. നമ്മൾ നെവർ മൈൻഡ്. ഇനി അതാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ വലിയ സെലിബ്രേറ്റ് ഇല്ല. നമ്മൾ എന്തിനാണ് ഈ ചെറ്റകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്? ദാറ്റ്സ് ഇറ്റ്. അതാണ് രേണുസ്. സാൻവിയ മോംസ്, ഹായ് ചേച്ചി, ഐ ലവ് യു ടു ഡിയർ, ലവ് യു, ടേക്ക് കെയർ. രേഷ്മ, എന്താ വിശേഷം ഒന്നുമില്ല ഡിയർ, സുഖമായിട്ടിരിക്കുന്നു. അഖില, നെഗറ്റീവിന് മാത്രം റിപ്ലൈ കൊടുക്കത്തില്ല, ഞങ്ങളും ഉണ്ട് ഒരു ഹായ് പറയാം. സോറി കേട്ടോ, ഇനി നെഗറ്റീവ് പറയുന്ന കൊടിച്ചിപ്പട്ടി തെണ്ടി പട്ടികൾ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കും. ആ പേപ്പട്ടികളുടെ മുന്നിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പേപ്പട്ടികൾക്ക് ഇതിലും അന്തസ്സുണ്ട്, അതുകൊണ്ട് ഞാൻ അവരെ കമന്റുകൾ വായിക്കാറില്ല. ബാഡ് കമന്റുകൾ ഒഴിവാക്കി തെണ്ടികൾ ഇങ്ങനെ കുറച്ചോണ്ടിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക, എപ്പോഴും ഓർക്കുക. സുഖമായിട്ടിരിക്കുന്നു, ഇതുവരെ സുഖമാണ്. സിനിമയിലോട്ട് ഓഫർ വരുന്നാൽ നമ്മൾ ചെയ്യും കേട്ടോ. ചേച്ചി സുഖമാണോ? ചേച്ചി കല്യാണമുണ്ടോ? ഇതുവരെ ഒരു തീരുമാനമായിട്ടുള്ള കുട്ട. കല്യാണം അറിയില്ല, കല്യാണം കഴിക്കില്ലെന്നൊന്നും അറിയില്ല. ഇതുവരെയായിട്ട് ഒരു തീരുമാനമായിട്ടില്ല. നമുക്ക് നല്ല ഒരു ആലോചന വന്നാൽ നമ്മളത് പ്രൊസീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത്രയും നേരം നിങ്ങളോട് ലൈവിന് വന്ന് കുറച്ച് ദേഷ്യപ്പെട്ടെങ്കിലും പൊട്ടിത്തെറിച്ചെങ്കിലും എനിക്ക് നിങ്ങളെല്ലാം ഇഷ്ടമാണ്. നെഗറ്റീവ് പറയുന്ന തെണ്ടുകളോടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. സോ ഐ ലവ് യു ഫ്രം ഓൾ. അപ്പം ഇതാണ് ഇവർക്ക് ഇങ്ങനെ ഒരു വയ്യാഴിക ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് ഡായിപ്പോയി, ഡെസ്പായി പോയി. പക്ഷെ പുള്ളിക്കാരിക്ക് യാതൊരു കുലുക്കവും ഇല്ല. ഇതാണ് പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വിഷയം വീണ്ടും കാണുന്നവരെ ബൈ.